വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ നേരത്തെ നൽകിയ വാർത്ത, അതായത് പാലായിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് സാധ്യതയുണ്ടായിരുന്നോ എന്നതാണ്. ഇപ്പോഴിതാ ഒരു തരത്തിലുമുള്ള അട്ടിമറികളും ഉണ്ടായിട്ടില്ല. മായ രാഹുൽ പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 26 അംഗ കൗൺസിലിൽ 16 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ മായയ്ക്ക് ലഭിച്ചത് എന്നതാണ്. LDFിന്റെ പിന്തുണയിൽ ആണ് മായ രാഹുൽ വിജയിച്ച് കയറിയത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുൽ ഇനി പാലാ നഗരസഭയെ നയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ മായ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം UDFന് എത്ര എതിർ പാനലിൽ എത്ര വോട്ടാണ് ലഭിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, ഒരു അട്ടിമറിയുടെയും നീക്കം നടന്നിട്ടില്ല. 16 വോട്ടുകൾ നേടിയാണ് മായ രാഹുലിന്റെ വിജയം. 16 വോട്ടാണ് അവർ പ്രതീക്ഷിച്ചതും. അതായത് ഇടതുമുന്നണിയുടെ 12 വോട്ടുകളും ഒപ്പം വിമത വിഭാഗമായി നിന്ന 3 കോൺഗ്രസ് വോട്ടുകളും മായ രാഹുലിന്റെ സ്വന്തം വോട്ടുകളും ചേരുമ്പോൾ അങ്ങനെ 16 വോട്ടുകളാണ്. അതേസമയം UDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടുകളും. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. UDF പാനലിൽ മറ്റെന്തെങ്കിലും ചോർച്ചയുണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മായയ്ക്ക് 16 വോട്ടുകൾ തന്നെ. അപ്പോൾ മറ്റൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു അട്ടിമറിയില്ല. വിമത വിഭാഗം പൂർണ്ണമായി തന്നെ മായ രാഹുലിന് പിന്തുണ നൽകുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ പാലാ നഗരസഭയിൽ ഒരു പുതിയ മുന്നണി രൂപീകരണം നടക്കുകയാണ്. പാലയിൽ പുതിയൊരു ചെയർപേഴ്സൺ വരുന്നു. അവിടെ മായ രാഹുൽ എന്ന കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച അംഗത്തെ വൈസ് ചെയർമാനാക്കിയുള്ള രാഷ്ട്രീയ നീക്കമാണ് തുടക്കം മുതൽ UDF നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മായ രാഹുലും കോൺഗ്രസിന്റെ വിമതരും കൂടി ചേർന്ന് മറുകണ്ഠം ചാടുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാവുന്നത്. അങ്ങനെ പാലയിൽ മായ രാഹുൽ എന്ന കോൺഗ്രസ് വിമത UDF വിമതയായി മത്സരിച്ച വ്യക്തി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 16 വോട്ടുകൾ നേടിയാണ്. 26 അംഗ കൗൺസിലാണ് പാലാ നഗരസഭയിലുള്ളത്. അതിൽ 16 വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിജയം എന്നതാണ്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായെങ്കിൽ കൂടിയും അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ് M തന്നെയായിരുന്നു. 10 അംഗങ്ങളുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു. 2 CPM സ്വതന്ത്രരും ചേരുമ്പോൾ 12 അംഗങ്ങൾ എന്നതായിരുന്നു ഇടതുമുന്നണിയുടെ കക്ഷിനില. അതേസമയം UDF മുന്നണി സംവിധാനത്തിന് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയേക്കാൾ കക്ഷിനിലയിൽ കുറവുണ്ടെങ്കിൽ കൂടിയും അവർ സ്വതന്ത്ര അംഗങ്ങളെ കൂടി ഒപ്പം ചേർത്തുകൊണ്ടാണ് ഭരണം പിടിച്ച് മുന്നോട്ട് പോയത്. ആ ഭരണമാണ് അട്ടിമറിക്കപ്പെടുകയും ഒടുവിൽ ഇത് കോൺഗ്രസ് വിമതയായി വ്യക്തിയെ കൂടി വരുന്നത്. ഈ പാലായിലെ രാഷ്ട്രീയ നീക്കം മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തുടർച്ച കൂടിയാണ്. കാരണം കേരള കോൺഗ്രസ് M ഈ ഒരു നീക്കം നടത്തുന്നതോടുകൂടി അത് പുതിയ ചില നീക്കങ്ങൾ കൂടി ഇടവെക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് MSനെ സംബന്ധിച്ച് പാലാ നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടത് വലിയ രാഷ്ട്രീയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കാരണം അവരുടെ തട്ടകത്ത് ഉണ്ടായ നീക്കം, അതുകൊണ്ട് എങ്ങനെയും ഭരണം അട്ടിമറിക്കുക എന്നൊരു നീക്കത്തിന് കൂടി നടത്തിയിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ വിമതരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകി, പുറമേ നിന്ന് പിന്തുണ നൽകിക്കൊണ്ടുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. ഈ ഇപ്പോഴുണ്ടാവുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ബദൽ മുന്നണി സംവിധാനം കൂടി രൂപീകരിച്ചിരിക്കുന്നു. അതിൽ കേരള കോൺഗ്രസ് M-നാണ് അതിൻ്റെ കൺവീനർ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പുറമേക്ക് നിന്നോ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനി പാലാ ഭരണം മുന്നോട്ട് പോവുക. തീർച്ചയായും അവിടെ സജിത്ത്, നേരത്തെയും വളരെ വിചിത്രമായ ഒരു ഭരണമായിരുന്നു പുളിക്കക്കണ്ടം ഫാമിലിയുടേത് എന്നത് നമുക്കറിയാം. അവിടെയാണ് പിന്നീട് ഇടതുപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഇതാ വിമത സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. UDFിൻ്റെ വിമതയെ വിജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് CPIM. പൊതുവിൽ നമുക്കറിയാം, നഗരസഭകളിലേക്കൊക്കെ വരുമ്പോൾ അതൊരു പ്രാദേശിക ഭരണകൂടമാണ്. പ്രഖ്യാപിതമാകുന്ന പാർട്ടി നിലപാടുകളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് അത്തരം ഭരണങ്ങൾ മുന്നേറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ ഒരു സ്ഥിരത കൈവരുന്നു പാലായ്ക്ക് എന്ന നിലയിലേക്ക് വിലയിരുത്താൻ പറ്റുമോ സജിത്ത്? അങ്ങനെ ഉറപ്പ് പറയാനും കഴിയില്ല അഭിലാഷ്. കാരണം ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരല്ല ഒന്നിക്കുന്നത്, മുന്നണി അവിടെ ഭരണം പിടിക്കുന്നത്. മറിച്ച് ഇടതുമുന്നണി UDF വിമതരെയും കൂടെ കൂട്ടിയാണ് ഭരണം പിടിക്കുന്നത്. UDFിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ നീക്കം ഉണ്ടാവുകയോ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാലും ഈ ഭരണത്തിൽ അസ്ഥിരതയ്ക്ക് സാഹചര്യമുണ്ട് എന്നതാണ്. കാരണം ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമില്ല പാലയിൽ എന്നതാണ് സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണമാറ്റവും അസ്ഥിരതയും പ്രകടമാവുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നിട്ട് വെറും 6 മാസം മാത്രമേ ആയുള്ളൂ. അതിനുള്ളിലാണ് ഇത്തരമൊരു അട്ടിമറി പാലയിൽ നടന്നിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം അട്ടിമറികൾ പാലാ ഭരണത്തിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, കേരള കോൺഗ്രസിൻ്റെ വരുന്ന രാഷ്ട്രീയ സാധ്യതയിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അവർ UDFിൻ്റെ ഭാഗമാകുമോ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്നതാണ്. അപ്പോൾ
അതിനുള്ള ഒരു പാലമായിട്ട് പോലും ഭാവിയിൽ പാലമാറാനുള്ള സാധ്യതയും ചെറുതല്ല. അതായത് UDFന് ഒരുപക്ഷെ ഒരു പ്രാദേശിക സഹകരണം പാലായിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപക്ഷെ അത് സംസ്ഥാന വ്യാപകമായി കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ നീക്കമൊക്കെ പ്രകടമായേക്കാം. മുമ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലും സമാനമായ ചില നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം സാധ്യതകളും തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് പാലായിൽ ഇപ്പോഴും ഉണ്ടാവുന്നത് ഒരു സ്ഥിരതയുള്ള ഭരണ സംവിധാനം എന്ന് പറയാൻ വയ്യ. മുന്നണികൾക്ക് പുറമേ നിന്നുള്ള ചില പ്രത്യേക സഹകരണ സാധ്യതകളും നീക്കങ്ങളുമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിലും അറിയേണ്ടതുണ്ട്. UDF എന്തായാലും വിമത അംഗങ്ങളെ ഒപ്പം ചേർക്കുന്നതിന് വേണ്ടി മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തയ്യാറായാൽ ഒരുപക്ഷെ ഇനിയും അട്ടിമറി സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ. യെസ്, ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. പാലായിൽ അട്ടിമറികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 26 വോട്ടുകളിൽ 16 വോട്ടുകൾ, നേരത്തെ തന്നെ 15 വോട്ടുകൾ മായ രാഹുൽ ഉറപ്പിച്ചിരുന്നതാണ്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 9 കോൺഗ്രസ് അംഗങ്ങളുടെയും മറ്റൊരു വോട്ടും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം സ്ഥാനാർത്ഥി 9 അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. അതോടൊപ്പം മറ്റൊരാൾ കൂടി പിന്തുണച്ച് അങ്ങനെ 10 വോട്ടുകൾ മാത്രമായിരുന്നു റിയയ്ക്ക് ഉറപ്പിക്കാൻ സാധിച്ചിരുന്നത്. അവിടെയാണ് മായ വിജയിച്ച് കയറിയത്.